നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വത്തില്ലെങ്കിൽ തങ്കച്ചി ശ്രുതിമോള എന്തെങ്കിലും ചെയ്യോ? അതില്ല. അപ്പൊ നമ്മള് അത് ചെയ്താ പോരെ. സ്വത്തില്ലാതാക്ക് എന്ന് വെച്ചാ വിൽപത്രം മാറ്റി എഴുതുക. ഇപ്പൊ ശ്രുതിമോളുടെ പേരിലാണല്ലോ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക. അതോടെ ശ്രുതിമോളെ ഉപദ്രവിക്കാൻ തങ്കച്ചി തയ്യാറാവോ? ആലോചിക്കാനൊന്നുമില്ല സാറേ, അതാണ് വഴി. എത്രയും പെട്ടെന്ന് വിൽപത്രം റദ്ദാക്കുക, അല്ലെങ്കിൽ മാറ്റി എഴുതുക. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഡാഡി, 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 വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഡാഡി, വാതിൽ തുറക്കാൻ. ഡാഡി, വേണ്ട മോളെ, അവരെന്തെങ്കിലും ഗൗരവമായിട്ട് ആലോചിച്ചോണ്ടിരിക്കാവൂ. ഈ വീട്ടിൽ ആരും ഒന്നും ആലോചിക്കണ്ട. അയാള് വന്നപ്പോ തന്നെ അപ്പച്ചക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എങ്കിൽ അയാളെ ഞാൻ ഇങ്ങോട്ട് കേട്ടില്ലായിരുന്നല്ലോ. ഡാഡി, ഡാഡി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഡാഡി, ഡാഡി, എന്റെ സ്വഭാവം അറിയത്തില്ല. ഡാഡി, വാതിൽ തുറക്കാൻ. ഡാഡി, ഡാഡി, ദേ. എന്താ മുറിയടച്ചിരുന്ന് ഗൂഢാലോചന? ആരെങ്കിലും കൊല്ലാൻ ആലോചിക്കാണോ? ദൈവദോഷം പറയല്ലേ മാഡം. മാഡത്തിനും ശ്രുതിമോൾക്കൊക്കെ ഗുണം കിട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അയ്യോ, അങ്ങനെ ചിന്തിക്കാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ. ഉണ്ടോ? സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ വിളിച്ചിട്ടാ സ്വാമി വന്നത്. എന്ത് തോന്നിവാസം നടത്താനുള്ള ലൈസൻസ് ഡാഡിക്കും ഇല്ല. ശ്രുതി മോള് വരാൻ പോവാ. അവൾ ഇവിടെ ഉള്ളപ്പോ ഇയാൾ ഇവിടെ വരാൻ പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്നെ കാണാൻ പലരും വരും. അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഡാഡിയുടെ മോള് തന്നെയാ ഞാൻ. അത് മറക്കണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇയാൾ ഇവിടുന്ന് പോണം. നടക്കില്ല. ഞാൻ വലിച്ചിറക്കും. കാണണോ ഡാഡിക്ക്? എങ്കിലും ഒന്ന് കാണണമല്ലോ. അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? ഇറങ്ങണോ ഇവിടുന്ന്? അയ്യോ മോളെ, വേണ്ട മോളെ, വേണ്ട. വേണ്ട. ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു വഴക്ക് വേണ്ട. വന്ന കാര്യം കഴിഞ്ഞല്ലോ. പരിഹാരം എന്താന്ന് സാറിന് മനസ്സിലായല്ലോ. ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്നെ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നോ അന്നേ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരൂ. അതെ, നിങ്ങൾ ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ തന്നെ ഞങ്ങളും. അതറിയുമ്പോ പ്രശ്നം തീരും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാൻ പോട്ടെ സാറേ. വയ്യാഞ്ഞിട്ട് ഞാൻ വന്നത് സാറ് വിളിച്ചോണ്ട് മാത്രം. ഇവർക്കിതൊന്നും അറിയില്ലല്ലോ. അനുഭവം വരുമ്പോ പഠിച്ചോളും. എങ്ങനെ ഉണ്ടായിരുന്നു ജയിലിലെ ജീവിതം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ഇപ്പൊ മനസ്സിലായോ ഈ ചന്ദ്ര ആരാണെന്ന്? മനസ്സിലായി. ആര്? തറ, ഭൂലോക തറ. നിന്നെ പോലെ ഒരാളെയാണല്ലോ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചെന്ന് ഓർക്കുമ്പോഴേ എന്റെ തല താന്നു പോവാ. എനിക്കിത് തന്നെ കിട്ടണം. നിന്നെ പോലുള്ളവരെ വിശ്വസിച്ച ഇതല്ല ഇതിനപ്പുറം കിട്ടുമെന്നുള്ള പാഠം പഠിക്കാനേ എനിക്ക് ഒരു അവസരം കിട്ടി. അടുത്ത ഊഴം പ്രിയപ്പെട്ട ആങ്ങളുടേതാ. സിദ്ധുവും ഇതുപോലെ ഒരു ദിവസം അകത്തു പോവും. ഡി, ജയിലേ എനിക്ക് മാത്രം ഉള്ളതല്ല, നിന്നെ പോലുള്ളവർക്കും അവിടെ താമസിക്കാം. ശ്രമിച്ചു നോക്ക്, വിജയിക്കുമെന്നറിയാലോ. ഇതിനൊക്കെയുള്ള ശിക്ഷ കിട്ടാതെ പോകുന്നാണോ നീ വിചാരിക്കുന്നത്?
ഓരോന്നിനും എണ്ണി എണ്ണി നീ കണക്ക് പറയേണ്ടി വരും. എനിക്ക് ഒരു പേടിയില്ല. പകരം വാശി കൂടി കൂടിയാ വരുന്നേ. ഇത്തവണ ചെറിയൊരു അബദ്ധം പറ്റി. ഒരു ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. അതുകൊണ്ടാ നിങ്ങൾ ഇവിടെ തിരിച്ചെത്തിയത്. അടുത്ത തവണ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. കുറ്റോ കുറവോ ഒന്നും ഉണ്ടാവില്ല. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എനിക്ക് ശരിക്കും വട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രാന്താശുപത്രി പോയി ചികിത്സിക്ക്. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളല്ലേ എന്നെ ബുദ്ധിമുട്ടിച്ചത്. ഞാനിവിടെ അനുഭവിച്ച അപമാനത്തെക്കുറിച്ച് അറിയാലോ. അതിനെ ഇതൊന്നും ചെയ്താ പോരാ. എന്നാ ചെയ്യടി, എന്നെ അങ്ങ് കൊല്ലേ. എന്താ എന്താ ഒരു ബഹളം? ഒന്നുമില്ല അച്ഛാ. വീണ്ടും വഴക്കായല്ലേ? എന്താ മോളെ ഇത്? ഇങ്ങനെയാണോ ഇനി അങ്ങോട്ട് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? ഞാനല്ല അച്ഛാ. പിന്നെ ഞാനാണോ? മതി തർക്കിച്ചത്. ചന്ദ്രേ, ഈ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നിനക്കറിയാമോ? ആ താളം തെറ്റിച്ചത് നീയാ. നിന്റെ മനസ്സിൽ പല കണക്കൂട്ടലും ഉണ്ടാവുമായിരിക്കും. അതൊക്കെ മാറ്റിവെക്കുന്നതാ നല്ലത്. ഞങ്ങൾ പാവങ്ങളാ, ശുദ്ധഗതിക്കാരാ. പക്ഷേ അളമുട്ടിയാൽ എന്തു ചെയ്യും? കടിക്കും. അത് താങ്ങാനുള്ള ശേഷി ചിലപ്പോൾ നിനക്കുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് വഴക്ക് വേണ്ട. ആരെയും ഉപദ്രവിക്കാനും നോക്കരുത്. നോക്കിയാൽ തിരിച്ചും അത് പ്രതീക്ഷിക്കാം. അതത്ര നല്ലതാവില്ല. നിനക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്നും വരില്ല. പ്രേമേ, ഒന്ന് വന്നേ. മോളെ, അല്ല വിശാല് കയറുന്നില്ലേ? ഇല്ല, ഞാൻ വന്നാൽ ശരിയാവില്ല. വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അങ്കിള് വരണം, എങ്കിലേ ഞങ്ങളെ കേറുള്ളൂ. വാ അങ്കിളെ. ശ്രുതിമോളെ വിഷമിപ്പിക്കല്ലേ. വിശാല് വാ, ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ, ഞാൻ വന്നാൽ നിങ്ങളുടെ സന്തോഷത്തെ അത് ബാധിക്കും. എന്നെ കണ്ട അക്ഷര ഡൗൺ ആവും, അങ്കിളും ഡൗൺ ആവും. വെറുതെ അതിന് നിൽക്കണോ? എല്ലാ കാലവും ഇതിങ്ങനെ തുടരാൻ പറ്റില്ലല്ലോ. ഒരവസാനം വേണ്ട എന്തിനും. അതിന്റെ തുടക്കമായിട്ട് കൂട്ടിയാൽ മതി ഈ വരവ്. വാ അങ്കിളെ. കണ്ടില്ലേ മോള് വിളിക്കുന്നത്? ഈ വിളി അവഗണിച്ചുകൊണ്ട് വിശാലിന് ഇവിടുന്ന് പോകാൻ പറ്റുമോ?